കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ചെങ്കൊടി പാറുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി N. അരുൺ തിങ്കളാഴ്ച മൂവാറ്റുപുഴ നഗരത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥി യുവജന അവകാശ സമരങ്ങളിലെ മുന്നണി പോരാളി N. അരുൺ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ LDFനായി കളത്തിലിറങ്ങിയതോടെ കഴിഞ്ഞ പ്രാവശ്യം നേരിയ വോട്ടിന് നഷ്ടപ്പെട്ട മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ചെങ്കൊടി പാടുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി N. അരുൺ തിങ്കളാഴ്ച മൂവാറ്റുപുഴ നഗരത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. PO ജംഗ്ഷൻ, KSRTC, കച്ചേരിത്തടം തുടങ്ങിയ നഗരത്തിന്റെ വിവിധയിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലുൾപ്പെടെ സന്ദർശിച്ച് അരുൺ വോട്ടഭ്യർത്ഥിച്ചു. മൂവാറ്റുപുഴ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മുന്നോട്ടു പോവുകയാണെന്നും പ്രചരണ വേളയിൽ ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും N. അരുൺ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴയുടെ വികാരത്തിനനുസരിച്ച് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് 5 വർഷക്കാലം മൂവാറ്റുപുഴയിൽ അതിന്റെ വേഗത കുറവുണ്ടായിട്ടുണ്ട്. ഒരു ഇടത് ജനപ്രതിനിധി ഈ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഇവിടെ സുനിശ്ചിതമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ എല്ലാവരും. അതിനോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആഗ്രഹിക്കുന്നു ഇടതിന്റെ വിജയം ഈ മണ്ണിൽ. വളരെ നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ സുപരിചിതമായ മേഖലയാണ്. ഇടതുപക്ഷത്തെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന വോട്ടർമാരാണ് മൂവാറ്റുപുഴയിലുള്ളത്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഊർജ്ജം. AISF സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം, AIYF ജില്ലാ സെക്രട്ടറി, AISF മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ്, AISF ജില്ലാ സെക്രട്ടറി, AIYF സംസ്ഥാന പ്രസിഡന്റ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായി അരുൺ തെരഞ്ഞെടുക്കപ്പെട്ടത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ കഥാകൃത്ത്, സിനിമ, ഡോക്യുമെന്ററി, നാടക സംവിധായകൻ എന്നീ നിലകളിലും N. അരുൺ സജീവമാണ്. വരും ദിവസങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ അരുൺ ഊർജിതമാക്കും. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.